ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു നെല്ലിക്കച്ചാറുമായിട്ടാട്ടോ വന്നിക്കണേ. നാടൻ നെല്ലിക്കയാണ്, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ നെല്ലിക്കയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല. ഒരു ചെറിയ കയ്പ്പുണ്ടാവും നെല്ലിക്കക്ക്. നെല്ലിക്ക കഴുകി ഞാനിതാ വെള്ളം തിളപ്പിച്ചാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി കിട്ടണം. നല്ല വേവും വേണ്ട, എന്നാൽ നല്ലോണം ഒന്ന് വാടിയാൽ നമുക്ക് ഈ നെല്ലിക്ക ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിൽ വേണം ഉണ്ടാക്കാൻ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയപ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക് ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നതാണ്. അതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പായിക്കോട്ടെ. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറ് നിറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ പച്ചമണം പോവുകയോളം ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതാ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ പച്ചമണം പോവുകയോളം ഒന്ന് ഈ എണ്ണയിൽ ഒന്ന് വാട്ടി കൊടുക്കണം. പിന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണിത് കേട്ടോ. ഉലുവപ്പൊടി ഇല്ല, ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ വേവിച്ച് വെച്ച നെല്ലിക്ക ഉണ്ടല്ലോ, അത് ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെള്ളമില്ല കേട്ടോ, ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അതിന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, മറന്നു. ആ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമായി. പിന്നെ വെള്ളം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചുടുവെള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ശർക്കരപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വേണ്ട, കുറഞ്ഞ മതി. ആ വിനാഗിരിയുടെ പുളിയും ആ നെല്ലിക്കയുടെ കയ്പ്പും എല്ലാം കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ അച്ചാറൊക്കെ റെഡി ആയിട്ടോ. ഈ വെള്ളം തന്നെ വറ്റിക്കോളൂ. ഇതിൽ നമ്മൾ ഉലുവ പൊടിച്ചിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ തനിയെ അത് വറ്റിപ്പോകും, കട്ടിയായി വരും കേട്ടോ. അപ്പം എൻ്റെ അച്ചാർ റെഡി ആയിട്ടോ. അച്ചാർ റെഡിയായി, ഇതാ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൊട്ടണ കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ അച്ചാർ ഇതാണ്, കുപ്പിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.